നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ചാർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ദേ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം. അതിൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. ഒരു നേരം പോക്കിന് വേണ്ടി ആരും കോൺടാക്ട് ചെയ്യേണ്ടതില്ല. കാരണം ഒരുപാട് മെസ്സേജസ് റിപ്ലൈ അയക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓഫീസോ അല്ലെങ്കിൽ അസിസ്റ്റൻസോ ആരും ഇല്ല. ഭാവിയിൽ ഉണ്ടായിക്കൂടുന്നില്ല കേട്ടോ. ഒക്കെ മേളിലുള്ള ആൾ തീരുമാനിക്കുന്ന പോലെയാണ്. ഞാനിങ്ങനെ ട്രേഡർ ആവുമെന്നോ ഇങ്ങനെ ആവുമെന്നോ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ച ആളല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് വരെ ഈ പറഞ്ഞ പോലെ പത്രത്തിൽ ഇൻഡെക്സ് സെൻസസ് എന്നൊക്കെ കാണുമ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ഈ കാണുന്നതല്ലാതെ മറിച്ചു പോകണതല്ലേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ മറ്റുള്ള കുറേ ആൾക്കാര് ഇതൊരു സൈഡ് ഇൻകം ആഗ്രഹിച്ച് ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആളാണ്. പക്ഷെ ഞാൻ ഒരു ബന്ധവുമില്ലാതെ എവിടെയോ കിടന്ന ഞാൻ എങ്ങനെയൊക്കെ വന്ന് ഇതിനകത്ത് പെട്ടതാട്ടോ. അത് സത്യമായിട്ട് പറയാണ്. ഞാൻ ഒരിക്കലും ട്രേഡർ ആവണമെന്നോ അങ്ങനെ സൈഡ് ഇൻകം വരുമാനം ഉണ്ടാക്കണമെന്നും വന്ന് പെട്ടതല്ല. പണ്ട് കുറച്ച് സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ക്രിപ്റ്റോയിൽ ഞാനൊന്ന് വന്നായിരുന്നു. അപ്പോ അതിൽ പെട്ടുപോയപ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് തപ്പിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ക്രിപ്റ്റോയിൽ വന്നു പെട്ടതല്ല. അത് ചില നിമിത്തങ്ങളാണല്ലോ. നമ്മളീ പറഞ്ഞ പോലെ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ലൈവിൽ നിങ്ങൾക്ക് എടുത്ത് കണ്ടാ അറിയാം. ഞാൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പളേ നമ്മൾ വിചാരിച്ചു ഇന്ന് ഇവനൊരു ലോട്ടറി കോൾ തരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സ്ട്രൈക്ക് മാറ്റാനായിട്ട് നമ്മളെ അനുവദിക്കാത്തത്. ഞാൻ എപ്പോഴും നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലും നമുക്കതിൽ വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നാളത്തെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം ഇന്ന് ചിലപ്പോൾ ചെറിയ മോശ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത് എന്ന് പറയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ഞാൻ നിഫ്റ്റിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഓപ്ഷൻ ബയർ ആണ്. ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഡയറക്റ്റ്ലി വിളിക്കുക. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക. നല്ല രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റ് നിൽക്കുന്നത് 47,069ലാണ്. നമ്മൾ പറഞ്ഞ ലെവലൊക്കെ വിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തോട്ടൊക്കെ പോന്നിട്ടുണ്ട്. അത് പ്രീവിയസ് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഇന്നത്തെ വ്യൂ പോസ്റ്റ് ചെയ്തൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. 30 മിനിറ്റിൽ നോക്കി അറിയാം. മാർക്കറ്റ് ഡൗൺ തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും താഴത്തേക്കൊക്കെ പോകാൻ കിടക്കുന്നു. അപ്പോൾ നിൽക്കുന്ന ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് പോന്നാൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്മോൾ ഏരിയ നമുക്ക് എന്നും കിട്ടിയാൽ മതി. കിട്ടുന്ന എല്ലാ ദിവസവും കിട്ടണമെന്നേ ഉള്ളൂ. നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടം വരെയൊക്കെ വരാം? 46,843, 46,790 വരെ മാർക്കറ്റ് വരാം. നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായാലോ? അപ്പാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അപ്പായിട്ട് കാര്യമില്ല. ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ അഗെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ബോക്സിന് പുറത്തേക്ക് പോയാൽ 47,302, അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 47,637 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമ്മൾ പിന്നെ പറഞ്ഞ പോലെ താഴത്തേക്കാണെങ്കിൽ 47,000, 46,790, 46,843 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇപ്പൊ കാരണം പ്രീവിയസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സോണിലാണ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് റിജക്ഷൻ ആയത്. ഇതാണ് ഇൻഡെക്സിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ അതെ ഫ്യൂച്ചറിൽ ആരോ കറക്റ്റായിട്ട് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അത് ബാർ റിപ്ലൈ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ പറഞ്ഞത് ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 46,995 ഇട്ടും മുകളിലത്തെ ലൈൻ ബ്രേക്ക് ചെയ്ത് പോയാൽ 48,165 ഇട്ട് മാർക്കറ്റ് മൂവ് ആവുന്ന പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് അവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആണ്. RSI താഴത്തോട്ടാണ് 50 മിനിറ്റ്സിൽ. പിന്നെ മേളിലോട്ടൊരു കർവ് വന്നു. പക്ഷേ ആ ലൈൻ ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. അഗെയിൻ കൺസോൾട്ടേഷൻ. ആ റെഡ് ലൈൻ ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ റെഡ് ലൈൻ മാഞ്ഞു പോയത് കണ്ടോ? നമുക്കപ്പോൾ ഈ KSRTC ബസ്സിന്റെ കഥ ഞാൻ കുറേ നാളത്തേക്ക് നിർത്തിയതാ.
അതായത് ഒരു ഡിപ്പോയിൽ നിന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ഡിപ്പോയിൽ കൊണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ കൊണ്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ KSRTCക്ക് ഉണ്ട്. അതേപോലെ തന്നെയാണ് പ്രൈസ് ആക്ഷൻ മൂവ് ചെയ്യണമെന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. മാർക്കറ്റ് 47,180 ഇപ്പൊ 47,320 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് 47,775 നോക്കിയിട്ടായിരിക്കും. അതിന്റെ ഇടയ്ക്ക് എവിടെയൊക്കെ റിജക്ഷൻ വരുമെന്ന് ബാക്കി നമുക്ക് RSIയും ബാക്കി അഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടൊക്കെയാണ് ലൈവിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിൽക്കുന്ന ലെവലില് കുറച്ചും കൂടെ താഴത്തേക്ക് വന്നാൽ 46,995, 46,930 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ 46,735 46,670 മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ടെക്നിക്കൽ അനലൈസ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. സ്ട്രൈക്കിൽ അത്യാവശ്യം മെച്ചമുള്ള സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് സിയിലാണെങ്കിൽ 47,000 ആണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ താഴത്തേക്ക് പോയാൽ 47,500 ഡെൽറ്റ വാല്യൂ കുറവായിരിക്കും, മൂവ്മെന്റ് കുറവായിരിക്കും, ചെറിയ പോയിന്റ് എടുത്ത് മാറാൻ 47,500 ഗുഡാണ്. പിന്നെ പിയിലാണെങ്കിൽ 47,000ത്തിൻ്റെത് ഇത്തിരി നല്ല സ്ട്രൈക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 47,100, അത് കഴിഞ്ഞാൽ പിന്നെ 46,500 സ്ട്രൈക്കാണ് ഇത്തിരി മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. ഓപ്പൺ ആയതിനു ശേഷം ഉള്ള ഡെൽറ്റ വാല്യൂ നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പഠിക്കാനുള്ളവർ പഠിക്കാനായിട്ട് വരിക. ഉറപ്പിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാവട്ടെ, നല്ല ട്രേഡേഴ്സ് ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.